ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടത്തിലെ 1-ാം വാരം വെള്ളി. നാം വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 4 സുഹൃത്തുക്കൾ ചേർന്ന് തളർവാദരോഗിയായ ഒരാളെ ഈശോയുടെ അടുക്കൽ കൊണ്ടുവരുന്നതും അയാളെ ഈശോ സുഖപ്പെടുത്തുന്നതുമാണ് നാം വചനത്തിൽ വായിച്ചു കേൾക്കുന്നത്. ആ 4 സുഹൃത്തുക്കളുടെ വിശ്വാസത്തിന്റെ ആഴത്തെയാണ് നാം സുവിശേഷത്തിൽ കാണുന്നത്. യുദ്ധം നടക്കുന്ന സമയം പട്ടാളക്കാരിൽ ഒരാൾ പട്ടാള മേധാവിയുടെ അടുത്ത് വന്ന് ആവശ്യപ്പെടുന്നു, എൻ്റെ സുഹൃത്ത് യുദ്ധക്കളത്തിൽ നിന്ന് ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല, എനിക്ക് അവനെ തേടി പോകണം. പട്ടാള മേധാവി അയാളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഒരുപക്ഷെ അവൻ്റെ ജീവൻ ഇപ്പോഴേക്കും പൊലിഞ്ഞിട്ടുണ്ടാകും. സമയം ഇത്രയുമായി, എനിക്ക് അവനെ ഇതിനകം നഷ്ടപ്പെട്ടു കഴിഞ്ഞു, നിന്നെ കൂടി നഷ്ടപ്പെടുത്താൻ വയ്യ, അതുകൊണ്ട് നീ അതിന് തുനിയേണ്ട. പക്ഷേ പട്ടാളക്കാരൻ തൻ്റെ സുഹൃത്തിനോടുള്ള സ്നേഹത്തെ എടുത്തുകാട്ടിയപ്പോൾ പട്ടാള മേധാവി മനസ്സില്ലാ മനസ്സോടെ ഈ പട്ടാളക്കാരനെ തൻ്റെ സുഹൃത്തിനെ തേടി പോവാൻ അനുവദിക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് മുറിവേറ്റ് മരിച്ച സുഹൃത്തിന്റെ ജഡവുമായി പട്ടാളക്കാരൻ മടങ്ങിയെത്തി. പട്ടാള മേധാവി അലറിക്കൊണ്ടു പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ അവൻ മരിച്ചുവെന്ന്, ഇപ്പോൾ നീയും മരണകരമായ വിധത്തിൽ അപകടം പറ്റി എൻ്റെ മുൻപിൽ നിൽക്കുന്നു. ഇങ്ങനെ പോയതുകൊണ്ട് നീ എന്ത് നേടി? വെറുതെ നിന്റെ ജീവൻ കൂടി നഷ്ടപ്പെടുത്തുന്നില്ലേ? അവൻ പറഞ്ഞു, എനിക്കത് നഷ്ടമായി തോന്നുന്നില്ല സാർ, കാരണം ഞാൻ അവൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവന് ജീവനുണ്ടായിരുന്നു. അവൻ ഇങ്ങനെ പറഞ്ഞു, നീ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇതിൽ പരം വേറെ എന്ത് നേട്ടമാണ് സാർ എനിക്ക് വേണ്ടത്? വിശ്വാസ ജീവിതം ഒരാളുടെ ജീവിതത്തെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല എന്നുകൂടി ഈ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മോടൊപ്പമായിരിക്കുന്നവരെ കൂടി കരുതുവാൻ മനസ്സു കാണിക്കുമ്പോഴാണ് ഒരു വിശ്വാസിയുടെ ജീവിതം യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ അടിസ്ഥാനമുള്ള ജീവിതമായി മാറുന്നത്. എൻ്റെ വിശ്വാസം മറ്റൊരാളുടെ ജീവിതത്തിൽ ആശ്വാസം നൽകുന്നതായി തീരുമ്പോൾ മാത്രമാണ് എൻ്റെ വിശ്വാസ ജീവിതം യഥാർത്ഥ വിശ്വാസ ജീവിതമായി തീരുന്നത് എന്നുകൂടി നമുക്ക് ഓർത്തെടുക്കാം. അതോടൊപ്പം തന്നെ ഈശോയിൽ അർപ്പിച്ച ഈ 4 പേരുടെ വിശ്വാസത്തെ നമുക്കും അനുകരിക്കാനായിട്ട് പരിശ്രമിക്കാം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് ഓർമ്മ നൽകുന്നു. ദൈവത്തിനടുത്തേക്ക് ഒരു ചുവട് വയ്ക്കുമ്പോൾ തിരിച്ച് ദൈവം 7 ചുവട് വയ്ക്കുന്നു എന്നുള്ള ഒരു ഉദ്ധരണി വായിച്ചു കേട്ടിട്ടുണ്ട്. ദൈവത്തിനടുത്തേക്ക് വെക്കുന്ന ഒരു ചുവടുകളും പാഴായി പോകുന്നില്ല എന്ന് നമുക്ക് ഓർക്കാം. ഈശോയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് ഈ 4 സുഹൃത്തുക്കൾ ഈശോ ആയിരിക്കുന്ന ഗൃഹത്തിന്റെ മേൽക്കൂര പൊളിച്ചുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് തൻ്റെ സുഹൃത്തിനെ എത്തിക്കുന്നത്. നമുക്കും ഈ വിശ്വാസത്തിന്റെ മാതൃകയെ അനുകരിക്കാൻ പരിശ്രമിക്കാം. നമ്മുടെ ചുവടുകളെയും മറ്റുള്ളവർക്ക് വേണ്ടി വയ്ക്കുന്ന ചുവടുകളാക്കി മാറ്റാം. അങ്ങനെ ഈ 4 പേർ കാണിച്ചു തരുന്ന വലിയ ജീവിത മാതൃക, വിശ്വാസ ജീവിതത്തിന്റെ മാതൃക നമുക്കും അനുകരിക്കാൻ പരിശ്രമിക്കാം. അതിന് ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. ആമേൻ.